നമസ്കാരം. സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. PSCയെ അപകീർത്തിപ്പെടുത്താൻ ഒട്ടേറെ ശ്രമം നടക്കുന്നുവെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. PSC അംഗങ്ങളെ നിയമിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള അഴിമതിയുടെ ഭാഗമായിട്ടല്ല. നിയമനത്തിൽ വഴിവിട്ട രീതികൾ ഉണ്ടാകാറില്ല. നാട്ടിൽ പല തട്ടിപ്പുകൾക്ക് വേണ്ടി ആളുകൾ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയുള്ള തട്ടിപ്പുകൾ നടക്കുമ്പോൾ അതിന്റെ ഭാഗമായുള്ള നടപടികൾ സ്വാഭാവികമായും ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ചോദ്യോത്തരവേളയിൽ UDF അംഗം M ഷംസുദ്ദീനാണ് PSC കോഴ നിയമസഭയിൽ ഉന്നയിച്ചത്. PSC അംഗമായി നിയമിക്കാനായി കോഴിക്കോട്ടെ ഭരണകക്ഷി നേതാവ് 60 ലക്ഷം രൂപ കോഴ വാങ്ങിയ സംഭവം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ എന്ന് ഷംസുദ്ദീൻ ചോദിച്ചു. ഇതിനാണ് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത്. CPM കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കൊട്ടൂളിയാണ് SC അംഗത്വം വാഗ്ദാനം ചെയ്ത കോഴ വാങ്ങിയതെന്നാണ് ആരോപണം. PSC അംഗത്വത്തിനായി 60 ലക്ഷം രൂപയാണ് ഇയാൾ ആവശ്യപ്പെട്ടത്. ആദ്യഘട്ടമായി 22 ലക്ഷം രൂപ കൈപ്പറ്റി. എന്നാൽ PSC അംഗമായി നിയമനം കിട്ടാതായതോടെയാണ് പാർട്ടിയിൽ പരാതിപ്പെടുന്നത്. PSC അംഗത്വം വാഗ്ദാനം ചെയ്ത് വാങ്ങിയ 22 ലക്ഷം രൂപ തിരികെ നൽകിയില്ലെന്നാണ് പരാതി. കോഴ ആരോപണം സംബന്ധിച്ച മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെ പാർട്ടിക്ക് നേരത്തെ പരാതി നൽകിയിരുന്നു. പ്രമോദ് കോട്ടൂളിക്കെതിരെ നടപടിക്ക് 4 അംഗ കമ്മീഷനെ CPM നിയോഗിച്ചു. പ്രമോദിനെ CPM CITU പദവികളിൽ നിന്ന് നീക്കാനും CPM തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം PSC ജോലി തട്ടിപ്പ് ആരോപണത്തിൽ പ്രതികരിച്ച മന്ത്രി മുഹമ്മദ് റിയാസ് തുടർച്ചയായി നെഗറ്റീവ് വിഷയങ്ങളിലേക്ക് തന്നെ വലിച്ചിഴക്കരുത് എന്നും വലിച്ചിഴയ്ക്കുന്ന വിഷയങ്ങളിൽ വസ്തുതയില്ല എന്ന് മനസ്സിലായാലും അത് ചിലർ തിരുത്താറില്ല എന്നും മന്ത്രി പറയുന്നു. എല്ലാ അതിരുകളും കടന്നു വരുമ്പോൾ അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കും. അടുത്ത കാലത്തായി ഒരു കാര്യവുമില്ലാതെ ആരോപണങ്ങൾ എനിക്ക് നേരെ വരുന്നു. തിരുത്താൻ തയ്യാറാകാത്തത് ന്യായമല്ല. തന്നെ എന്തുകൊണ്ട് ടാർഗറ്റ് ചെയ്യുന്നു എന്ന് ജനങ്ങൾക്കറിയാം. MA ബേബിയുടെ വിമർശനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ നേരത്തെ തന്നെ പാർട്ടി സെക്രട്ടറി മറുപടി പറഞ്ഞിട്ടുണ്ട് എന്നും മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്.